ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ആവശ്യപ്പെട്ട ദേശീയ വനിതാ കമ്മീഷൻ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് ലഭിക്കണമെന്നാണ് ആവശ്യം. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, വളരെ ഗുരുതരമായ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അശ്വിനി വൈഷ്ണവിനോട് തന്നെ കേരളത്തിലെ ഈ കാര്യങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് കേരളത്തിലെ ഈ സിനിമാ മേഖലയിലെ ഈ ലൈംഗിക അതിക്രമ കേസുകൾ. എന്താണ് വനിതാ കമ്മീഷന്റെ ഇടപെടൽ? എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ ഇവിടുത്തെ അതോറിറ്റിയോട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ദിവിഷ, ഇന്നലെ സംസ്ഥാനത്തെ BJP നേതാക്കളായിട്ടുള്ള സന്ദീപ് വചസ്പതിയും അതുപോലെ തന്നെ PR ശിവശങ്കറുമാണ് ഒരു പരാതി ദേശീയ വനിതാ കമ്മീഷന് നൽകിയിരുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം ഒരാഴ്ചയ്ക്കകം തന്നെ ലഭിക്കണം, അത് സംസ്ഥാന സർക്കാർ കൈമാറണം എന്നുള്ള കാര്യമാണ് നിലവിൽ എന്തായാലും ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കാര്യം ഉന്നയിച്ചുകൊണ്ടൊരു കത്ത് ചീഫ് സെക്രട്ടറിക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമാവുന്നുണ്ട്. അത് അല്പം മുൻപ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളിൽ ഒരാൾ കൂടിയായിട്ടുള്ളവർ മാധ്യമങ്ങളോട് ഇക്കാര്യം സ്ഥിരീകരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളായിരുന്നു BJP നേതാക്കൾ നൽകിയ പരാതിയിൽ ഉന്നയിച്ചിരുന്നത്. ഒന്ന്, ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം വിളിച്ചു വരുത്തണം എന്നുള്ള കാര്യം. രണ്ടാമത്തേത്, അതിൽ പ്രതിപാദിക്കുന്ന പ്രതികളെ, വേട്ടക്കാരെ കൃത്യമായിട്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അവരെ രഹസ്യാത്മകമായി അവരുടെ പേരുകളടക്കം വെക്കരുത് എന്നുള്ള രണ്ട് ആവശ്യങ്ങളായിരുന്നു പ്രധാനമായിട്ടും ഈ BJP നേതാക്കൾ ഉന്നയിച്ചിരുന്നത്. മാത്രമല്ല, സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ടിന്മേൽ ഒരു ബാർഗെയിനിങ് രാഷ്ട്രീയം കളിക്കുകയാണ്. കാരണം ഇപ്പോൾ പുറത്തു വരുന്ന ഈ ലൈംഗിക അതിക്രമ ആരോപണങ്ങളും തുടർന്നുണ്ടാകുന്ന കേസുകളെല്ലാം തന്നെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടല്ല, അതല്ലാതെ പുറത്തു നിന്നും വരുന്നതാണ്. ഈ റിപ്പോർട്ട് ഇപ്പോഴും സംസ്ഥാന സർക്കാർ കൈവശം വെച്ചുകൊണ്ടൊരു ബാർഗെയിനിങ് രാഷ്ട്രീയം കളിക്കുകയാണ് എന്നുള്ള കാര്യമാണ് കേരളത്തിലെ BJP നേതാക്കൾ ഒരു ആരോപണമായി ഉന്നയിക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം അവർ വനിതാ കമ്മീഷൻ അംഗങ്ങളെ നേരിട്ട് കണ്ടി പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇങ്ങനെയൊരു ഇടപെടൽ വരുന്നു. ഒരാഴ്ചയ്ക്കകം തന്നെ ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം നൽകണമെന്നുള്ള കാര്യം തന്നെയാണ് ദേശീയ വനിതാ കമ്മീഷൻ സംസ്ഥാന സർക്കാരിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, എന്തായാലും കോടതിയിലും 10-ാം തീയതി ഈ റിപ്പോർട്ട് എത്തേണ്ട സാഹചര്യം നിലവിലുണ്ട്. അതായത് ദേശീയ വനിതാ കമ്മീഷനും വിഷയത്തിൽ ഇടപെടുന്നു. ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം വേണമെന്ന ആവശ്യമാണ്.